നമസ്കാരം. ഒരു വിപഞ്ചിക കൂടി നിശ്ചലമായി. അതെ, കേരളത്തിൽ ഈയിടെയായി ഭർതൃഗൃഹങ്ങളിൽ ആത്മഹത്യ ചെയ്യുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്യുന്ന പെൺകുട്ടികളുടെ അക്കം കൂടിക്കൂടി വരികയാണ്. എന്താണിതിന് കാരണം? നമ്മുടെ പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഭർതൃഗൃഹങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വളരെ കാര്യമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് ഭർതൃഗൃഹങ്ങളിൽ ഒരു നല്ല ജീവിതം ഒരു നല്ല ജീവിതാന്തരീക്ഷം കിട്ടാതെ പോകുന്നു? ഇത് പെൺകുട്ടികളുള്ള ഓരോ മാതാപിതാക്കളും ആലോചിക്കേണ്ട കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിവാഹങ്ങൾ നടത്തപ്പെടുന്നത്? ഒരു സമ്പത്തുള്ള വീട്ടിലെ മകനോ മകളോ ആകട്ടെ, അവർക്ക് വേണ്ടി ഒരു വിവാഹം ആലോചിക്കുമ്പോൾ എന്താണ് ആദ്യം നമ്മുടെ പരിഗണനയിലേക്ക് വരുന്നത്? നമ്മുടെ സമ്പത്തിന് ഒപ്പം സാമ്പത്തിക ശക്തി സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു കുടുംബം, അതാണ് എല്ലാവരും ആദ്യം നോക്കുന്നത്. പിന്നീട് ജോലി. അത്തരം ഭൗതികമായ കാര്യങ്ങൾ തിരക്കിയ ശേഷം മാത്രമേ ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ അവർ എങ്ങനെയാണ്, അവരുടെ സ്വഭാവം എന്താണ്, അവർ ഏത് തരത്തിൽപ്പെട്ട ആളാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അവിടുന്നാണ് നമ്മുടെ തെറ്റുകൾ തുടങ്ങുന്നത് തന്നെ. ഭർതൃഗൃഹത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവിടെ സുരക്ഷിതമല്ലാതെ വന്നാൽ എന്തുകൊണ്ട് അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു? ഇല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്യപ്പെടുന്നത് വരെ എന്തുകൊണ്ട് അവർക്ക് ആ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരുന്നു? ഈ ഒരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ കാര്യമായി ആലോചിക്കേണ്ടത്. ആ കുട്ടിക്ക് അവൾക്കൊരു പ്രശ്നം ഭർതൃഗൃഹത്തിൽ ഉണ്ടാകുമ്പോൾ പോകാൻ മറ്റൊരിടം ഇല്ലാതെ വരുമ്പോഴാണ് അവൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്ന് സത്യം മനസ്സിലാക്കണം. അപ്പോൾ പെൺകുട്ടികൾക്ക് ഭർതൃഗൃഹത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ സ്വന്തം വീടുകളിൽ തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ ആരാണ് ഉണ്ടാക്കുന്നത്? ആ വീട്ടിലുള്ള അവളുടെ മാതാപിതാക്കളോ അവരുടെ സഹോദരങ്ങളോ ആകുമല്ലോ. അപ്പം കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ നടന്നു കഴിയുമ്പോൾ എല്ലാവരും ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തുന്നു. പക്ഷേ അതേപോലെ തന്നെ കുറ്റക്കാരല്ലേ പെൺകുട്ടിയുടെ കുടുംബക്കാരും? അവൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അവൾക്കൊരു സംരക്ഷണവും അവൾക്ക് താമസിക്കാൻ ഒരിടവും നൽകാത്ത വീട്ടുകാർ ഈ ഭർതൃഗൃഹത്തിലുള്ളവരെ പോലെ തന്നെ കുറ്റവാളികളല്ലേ? ആ ഒരു വശത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പല ആത്മഹത്യകളും കൊലപാതകങ്ങളും നടന്നു കഴിയുമ്പോൾ മരിച്ചുപോയ പെൺകുട്ടിയുടെ വീട്ടുകാർ വന്നിരുന്ന് പറയുന്നത് കേൾക്കാം, അവൻ്റെ വീട്ടുകാർ അങ്ങനെയാണ്, അവൻ്റെ അനുജത്തി ഇങ്ങനെയാണ്, അവൻ്റെ അമ്മ അങ്ങനെയാണ്, അവൻ്റെ സഹോദരൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് കേൾക്കുക. ഇവരൊക്കെ അങ്ങനെയായിരുന്നു എന്നറിയുമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടിയെ അവരിൽ നിന്ന് സംരക്ഷിച്ചില്ല? ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ഒഴിഞ്ഞു മാറി? ആ ഒഴിഞ്ഞു മാറിയ നിങ്ങളല്ലേ ആദ്യത്തെ കുറ്റക്കാർ? ഈ ഒരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ടത്. നമ്മൾ പെൺകുട്ടികളെ ചെറുപ്പത്തിൽ വളർത്തുമ്പോൾ തന്നെ അവരെ നീ നാളെ മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കാനുള്ളവളാണ് എന്ന ഒരു ബോധത്തിലാണ് വളർത്തുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ തെറ്റ്. പെൺകുട്ടി ഒരു വീട്ടിലും പോയി ജീവിക്കാനുള്ളവളും അവിടുത്തെ കുട്ടികളെ പ്രസവിക്കാനും അവിടുത്തെ വീട്ടിൽപ്പെടുക്കാനുള്ള ഒരു യന്ത്രമാണ് എന്നൊരു ബോധം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നീ നല്ലവണ്ണം പഠിക്കൂ, നിനക്ക് ഈ ലോകത്ത് വളരെയേറെ കാര്യങ്ങൾ നേടാനുണ്ട്, അതെന്തൊക്കെയാണെന്ന് അവളെ ബോധ്യപ്പെടുത്തി അതിനുശേഷം വേണമെങ്കിൽ നിനക്കൊരു വിവാഹം ആകാം എന്ന ഒരു ചിന്തയിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുവരികയാണ് ആദ്യം വേണ്ടത്. നമ്മുടെ നാട്ടിലെ ഒരു ഇടത്തരം കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം വീട്ടിൽ അവളുടെ ബാല്യവും കൗമാരവും എല്ലാം അവൾക്ക് വളരെയേറെ കാര്യങ്ങളിൽ ഉള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചന്തിക്ക് ഒരു പരു വന്നാൽ കാലകത്തി ഇരിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിലില്ല. അങ്ങനെയാണ് ഓരോ പെൺകുട്ടികളും, ഇല്ലെങ്കിൽ വളരെയേറെ പെൺകുട്ടികൾ, ഭൂരിഭാഗം പെൺകുട്ടികൾ സ്വന്തം കുടുംബത്തിൽ വളർത്തപ്പെടുന്നത്. അവൾ അതിനുശേഷം വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ വീട്ടിലുണ്ടായിരുന്ന ആ സ്വാതന്ത്ര്യം പോലും അവിടെ ഇല്ലാതാകുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ ഒരു രീതി മാറ്റണം. നമ്മൾ പെൺകുട്ടികളെ വളർത്തുന്ന രീതി ആദ്യം മാറണം. അത് മാറിയിട്ട് അവരെ വിവാഹത്തിന് വേണ്ടി അല്ല വളർത്തുന്നത് എന്ന ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരെ വളരെ ബോൾഡായിട്ട് സമൂഹത്തിൽ സ്വന്തം കാലിൽ നിന്ന് പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു
കരുത്തുള്ള മനസ്സുള്ള പെൺകുട്ടികളാക്കി അവരെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. ഒപ്പം ആൺകുട്ടികളെ വളർത്തുന്നതിലും മാതാപിതാക്കൾ വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിലെ എല്ലാ ജോലികളും ഒരു പെൺകുട്ടികളെ പോലെ ചെയ്യാൻ ആൺകുട്ടികളും ബാധ്യസ്ഥരാണെന്നും ഒപ്പം ജീവിക്കാൻ വരുന്ന പെൺകുട്ടികൾക്ക് വേണ്ട സംരക്ഷണം നൽകുന്നതിൽ അവനും ഉത്തരവാദിത്വമുണ്ടെന്നും അവളെ സ്നേഹിക്കുവാനും അവളെ കരുതുവാനും ഉള്ള ഒരു പരിശീലനം ആൺകുട്ടികൾക്കും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാകണം. സ്വന്തം വീടും കൂടും ഉപേക്ഷിച്ച് ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കയറി വരുമ്പോൾ അവൾക്ക് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവിടെ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് ഭർതൃഗൃഹത്തിലുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുന്നതിൽ ഒരു 90% കുടുംബങ്ങളും പരാജയപ്പെടുകയാണ്. അത് വലിയൊരു ദുരന്തം തന്നെയാണ്. എൻ്റെ ഓർമ്മയിൽ 80കളിലും മറ്റും വളരെയേറെ കൊലപാതകങ്ങളും ആത്മഹത്യകളും ഈ ഭർതൃഗൃഹങ്ങളിൽ സ്ത്രീധനത്തെ ചൊല്ലി ഉണ്ടായിട്ടുണ്ട്. അന്നാണ് നമ്മളുടെ സ്ത്രീധന നിരോധന നിയമമൊക്കെ നിലവിൽ വന്നത്. അതിനുശേഷം കുറച്ചു കാലം ഇതിന് ഒരു ശമനം വന്നെങ്കിലും ഇപ്പോൾ വളരെ കൂടുതലായിട്ടാണ് ഇത് സമൂഹത്തിൽ കാണുന്നത്. സ്ത്രീകൾക്ക് സ്വത്തവകാശമുള്ള ഈ കാലത്ത് ഈ സ്ത്രീധനം കൊടുക്കുന്ന ഒരു രീതി എല്ലാ മാതാപിതാക്കളും നിർത്തണം. നേരെ മറിച്ച് വിവാഹത്തിൻ്റെ ചിലവ് രണ്ടുപേരും സ്ത്രീകളുടെ പെണ്ണിൻ്റെ, അതായത് വധുവിൻ്റെ വീട്ടുകാരും വരൻ്റെ വീട്ടുകാരും തുല്യമായി വീതിച്ചെടുക്കുന്ന അല്ലെങ്കിൽ തുല്യമായി പങ്കിടുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ സ്വത്തിൽ ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ ഒരു ഷെയർ ആ പെൺകുട്ടികൾക്കും കൊടുക്കുന്ന ഒരു സിസ്റ്റം വരണം. എങ്കിലേ ഇതിന് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റമാണെന്നിരിക്കെ അത് ചെയ്യാതിരിക്കാനുള്ളൊരു ബാധ്യത, ഒരു ഉത്തരവാദിത്വം പൊതുജനങ്ങൾ കാണിക്കുക തന്നെ വേണം. ഒരു ആത്മഹത്യയോ കൊലപാതകമോ നടക്കുമ്പോൾ മീഡിയകളിൽ വന്ന് പ്രതികരിക്കാനും ചാനലുകൾക്ക് മുന്നിൽ വന്നിരുന്ന് മുതലക്കണ്ണീരൊഴുക്കാനും പഠിച്ചാൽ മാത്രം പോരാ. നമ്മളുടെ പെൺകുട്ടികളെ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുവാൻ ഉള്ള കരുത്ത് നൽകുകയും പ്രതിസന്ധികളെ നേരിടാൻ ഉള്ള കഴിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവർക്കൊരു പ്രശ്നം വന്നാൽ അവർക്ക് വേണ്ട ഒരു പിന്തുണ നൽകാൻ ഓരോ പെൺകുട്ടിയുടെയും കുടുംബങ്ങൾ തയ്യാറായാൽ തന്നെ ഒരു പരിധിവരെ ഈ ആത്മഹത്യകളോ കൊലപാതകങ്ങളോ ഒഴിവാകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത്, ഈ പെൺകുട്ടികൾ കൊലപാതകം ചെയ്യപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കുറ്റക്കാർ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയാണ്. അവർ മറ്റു പലരുടെ തോളിലേക്ക് കുറ്റം ആരോപിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ കുട്ടിയെ സമ്പത്തിൻ്റെയും മറ്റും ആർഭാടത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ കണ്ട് മറ്റൊരു വീട്ടിലേക്ക് അയക്കുമ്പോൾ അവളുടെ സുരക്ഷയെക്കുറിച്ച് ഒരു നിമിഷം പോലും നിങ്ങൾ ആലോചിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾക്ക് ഈ ദുരന്തങ്ങൾ വന്നു ചേരുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ നിങ്ങളുടെ പരിഗണനകൾ മാറ്റം ഉണ്ടാവണം. അത് നിങ്ങളുടെ പെൺകുട്ടികളെ അതിന് തയ്യാറെടുപ്പിക്കണം. അതിന് എല്ലാ അച്ഛനമ്മമാരും തയ്യാറാകട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. നന്ദി, നമസ്കാരം.